കേന്ദ്ര സർക്കാർ ജീവനക്കാർ 8ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതും കാത്തിരിപ്പാണ്. ഏകദേശം 2 വർഷമാകും പുതിയ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് പ്രകാരമുള്ള ശമ്പളം കൈയിലെത്താൻ എന്നതാണ് വിവരം. അതിനിടെ ആശ്വാസമാകുന്നത് DA വർധനവ് തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിലും പുതിയ വാർത്തകൾ ആശങ്കയ്ക്ക് വകയില്ല. ശമ്പള വർധനവ് 10 വർഷത്തിൽ ഒരിക്കലാണ് നടപ്പാക്കാറുള്ളത്. മുമ്പ് നടപ്പാക്കിയ ശമ്പള വർധനവ് പ്രകാരം ഓരോ ശമ്പള കമ്മീഷൻ വന്നതും 10 വർഷത്തിൽ ഒരിക്കലാണ്. എന്നാൽ ഓരോ 6 മാസത്തിലും ക്ഷാമബത്ത പുതുക്കും. വില നിലവാര സൂചികയും വിപണി സാഹചര്യം പരിശോധിച്ചുമാണ് ക്ഷാമബത്ത കൂട്ടുന്നത്. ഇതുപ്രകാരം പുതിയ ബത്ത സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർ 8ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുമായി കാത്തിരിക്കുകയാണ്. ഏകദേശം 2 വർഷത്തോളമാകും പുതിയ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് പ്രകാരമുള്ള ശമ്പളം കൈകളിലെത്താനെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനിടെ ആശ്വാസമാകുന്നത് ഈ DA വർധനവ് തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിലും പുതിയ വാർത്തകൾ ആശയ്ക്ക് വകയില്ല എന്നുള്ളതാണ്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത അഥവാ DA വർദ്ധിപ്പിക്കാറുള്ളത്. ഹോളി ആഘോഷങ്ങൾക്ക് തൊട്ടുമുമ്പായി മാർച്ചിലും ദീപാവലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നവംബറിലുമാണ് വർധനവ് പ്രഖ്യാപിക്കാറുള്ളത്. ഈ വർഷത്തെ ആദ്യ DA വർധനവാണ് അടുത്ത മാസം പ്രഖ്യാപിക്കാൻ പോകുന്നത്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞ ഡിസംബർ 31 പൂർത്തിയായി. എന്നാൽ 8ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിലല്ല പുതിയ DA വർധനവ് വരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ എത്രത്തോളം വർധനവ് പ്രഖ്യാപിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ജീവനക്കാർ. ഏറ്റവും ഒടുവിൽ DA വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ നവംബറിലാണ്. 3% DA വർദ്ധിപ്പിച്ചത്. ഇതോടെ നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന DA 58% ഉയർന്നിരുന്നു. എന്നാൽ പുതിയ DA വർധനവ് 2% മാത്രമേ ഉണ്ടാകൂ എന്നാണ് വാർത്തകൾ. അതായത് DA 60% ഉയരും. ഇത് ശരിയാണെങ്കിൽ ജനുവരി ജൂൺ കാലയളവിൽ നടപ്പാക്കി വരുന്ന DA വർധനവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാകും ഇത്. 2000 ജനുവരിയിൽ 1% മാത്രമായിരുന്നു DA വർദ്ധിപ്പിച്ചത്. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പഠനം നടത്തുകയാണ് 8ാം ശമ്പള കമ്മീഷൻ എന്നാണ് മനസ്സിലാകുന്നത്. 18 മാസമാണ് കാലാവധി. അതായത് അടുത്ത വർഷം പകുതിക്ക് ശേഷമാകും റിപ്പോർട്ട് സമർപ്പിക്കുക. 2028 ആദ്യത്തിൽ മുതൽ പുതിയ ശമ്പളം കൈകളിലെത്തുമെന്ന് കരുതാം. എങ്കിലും 2026 ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യമുണ്ടാകുമെന്നാണ് സർക്കാർ ജീവനക്കാരുടെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.